പാർക്കിൻസൺസ് രോഗത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ ലീവോഡോപ്പയാണ്. ലീവോഡോപ്പ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലീവോഡോപ്പ തലച്ചോറിൽ പോയിട്ട് ഡോപ്പമിനായിട്ട് രൂപാന്തരം പ്രാപിക്കും. നമുക്ക് പാർക്കിൻസൺസ് രോഗത്തിൽ കുറവുള്ള കെമിക്കലും ഡോപ്പമിനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നാച്ചുറലി നമ്മൾ ലോജിക്കലി ചിന്തിച്ചാൽ തന്നെ അതായിരിക്കില്ല അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചികിത്സ. ഈ ലീവോഡോപ്പ ശരിക്കും എല്ലാ പാർക്കിൻസൺസ് രോഗികൾക്കും അവരുടെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും ഘട്ടത്തിൽ വേണ്ടി വരും. അതുകൊണ്ട് തന്നെ ഈ ലീവോഡോപ്പ കഴിച്ചു കഴിഞ്ഞാൽ പൊതുവെ ഈ രോഗികൾ ഒരു 3 ഘട്ടങ്ങളിലൂടെ പോകുന്നതായിട്ട് കാണും. ഒന്നാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഹണിമൂൺ പീരീഡ് അഥവാ മധുര കാലം എന്ന് പറയുന്നത്. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് രോഗിക്കൊരു 2-3 പ്രാവശ്യം മരുന്ന് കൊടുത്താൽ അവർക്ക് 24 മണിക്കൂർ അതിൻ്റെ ഗുണം കിട്ടും. അപ്പോൾ രോഗലക്ഷണങ്ങളെല്ലാം കുറയും, അവർക്ക് അവരുടെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അവർ പ്രത്യേകിച്ച് രോഗം ഉണ്ടെന്ന് തന്നെ അറിയില്ല, 3 നേരം മരുന്ന് കഴിച്ച് സുഖമായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. പക്ഷേ ഒരു 4-5 വർഷം കഴിയുമ്പോൾ ഒരു പ്രോബ്ലം ഉണ്ടാകും. ഒരു നേരം കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണം അടുത്ത ഡോസ് വരെ കിട്ടില്ല. ഉദാഹരണത്തിന് രാവിലെ കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണം ഉച്ചവരെ കിട്ടുന്നില്ല, ഉച്ചയ്ക്ക് കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണം രാത്രി വരെ കിട്ടുന്നില്ല, രാത്രി കഴിക്കുന്ന മരുന്നിൻ്റെ ഗുണം അതിരാവിലെ വരെ കിട്ടുന്നില്ല എന്നൊരു ഘട്ടം വരും. അതിന് കാരണം ആദ്യമൊക്കെ ഈ മരുന്നിൻ്റെ ദൈർഘ്യം ഒരു 6-8 മണിക്കൂറൊക്കെ ഉണ്ടാകും. അത് കഴിയുമ്പോൾ ഗ്രാജുവലി കുറയാൻ തുടങ്ങും. അത് 5 മണിക്കൂറാവും, 4 മണിക്കൂറാവും, ഇങ്ങനെ കുറയാൻ തുടങ്ങും. ആ ഘട്ടത്തിൽ രോഗിക്ക് മരുന്നിൻ്റെ ഗുണമുള്ള സമയവും മരുന്നിൻ്റെ ഗുണം ഇല്ലാത്ത സമയവും രോഗിക്ക് തന്നെ തിരിച്ചറിയാൻ പറ്റും. മരുന്നിൻ്റെ ഗുണമുള്ള സമയം എന്ന് വെച്ചാൽ എന്താ, രോഗലക്ഷണങ്ങളെല്ലാം കുറവാണ്, രോഗിക്ക് സുഖമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരു കുഴപ്പമില്ല. മരുന്നിൻ്റെ ഗുണം ഇല്ലാത്ത സമയത്ത് ഈ രോഗലക്ഷണങ്ങളെല്ലാം തിരിച്ചു വരും. വിറയലും സ്ലോനെസ്സും സ്റ്റിഫ്നെസ്സും എല്ലാം തിരിച്ചു വരും. അവർക്ക് ദൈനംദിന ജീവിതത്തിലെ പ്രവൃത്തികൾ ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഈ മരുന്നിൻ്റെ ഗുണം ഉള്ള സമയത്ത് നമ്മൾ ഓൺ സമയം എന്നാണ് പറയുക, മരുന്നിൻ്റെ ഗുണം ഇല്ലാത്ത സമയത്ത് ഓഫ് സമയം എന്നാണ് പറയുക. ഓൺ സമയത്തിൽ രോഗി വളരെ സന്തുഷ്ടനാണ്, രോഗലക്ഷണമെല്ലാം നല്ലോണം കുറഞ്ഞിരിക്കുന്നു. ഓഫ് സമയത്തിൽ രോഗലക്ഷണമെല്ലാം തിരിച്ചു വരും, രോഗിക്ക് കാര്യമായിട്ടുള്ള ബുദ്ധിമുട്ട് അനുഭവിക്കും. ഇതാണ് രണ്ടാമത്തെ ഘട്ടം. ഇനി മൂന്നാമത്തെ ഒരു ഘട്ടമുണ്ട്. മൂന്നാമത്തെ ഘട്ടം വെച്ച് കഴിഞ്ഞാൽ കുറേ വർഷങ്ങളൂടെ കഴിയുമ്പോൾ ഒരു 6-7 വർഷമൊക്കെ ജനറലി ആകുമ്പോഴേക്കും രോഗിക്ക് ഈ ഓൺ സമയത്ത് മരുന്ന് പ്രവർത്തിക്കുമല്ലോ, മരുന്ന് പ്രവർത്തിക്കുമ്പോൾ അനിയന്ത്രിതമായിട്ടുള്ള ചലനങ്ങളുണ്ടാവും. ഈ ആവശ്യമില്ലാത്ത ചലനങ്ങൾ ഇങ്ങനെ ഇളകാൻ തുടങ്ങും രോഗി. അതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചലനം ഉണ്ടാക്കാനാണല്ലോ മരുന്ന് കൊടുക്കുന്നത്. പക്ഷേ ചില ആൾക്കാരിൽ കുറേ രോഗം മൂർച്ഛിച്ച് കഴിയുമ്പോൾ ഒരു സൈഡ് എഫക്റ്റ് എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാത്ത ചലനങ്ങളുണ്ടാവും. പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ചലനങ്ങൾ വളരെ ചെറുതായിട്ടേ ഉള്ളൂവെങ്കിൽ, മൈൽഡ് ആണെങ്കിൽ കുഴപ്പമില്ല. പക്ഷേ വലിയ ഭയങ്കരമായിട്ടുള്ള അനിയന്ത്രിതമായിട്ടുള്ള ചലനങ്ങൾ ഉണ്ടായാൽ ആ രോഗിക്ക് ചലനങ്ങൾ കൊണ്ട് തന്നെ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റില്ല. ഒന്നാമത് അവർക്ക് ഓൺ സമയത്ത് മാത്രമേ പ്രവൃത്തികൾ ചെയ്യാൻ പറ്റുള്ളൂ, കാരണം രോഗലക്ഷണങ്ങൾ അപ്പോഴേ കുറയുള്ളൂ. പക്ഷേ കുറേ മൂർച്ഛിക്കുമ്പോൾ ഈ ആവശ്യമില്ലാത്ത ചലനങ്ങൾ കയറി വരുമ്പോഴേക്കും അവർക്ക് അതുകൊണ്ടും പ്രവൃത്തികൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ സമയത്ത് പോലും അവർക്ക് സ്വന്തം കാര്യങ്ങൾ ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ ഒരു ദിവസത്തിലെ ഭൂരിഭാഗം സമയത്തും അവർക്ക് പ്രവൃത്തികൾ ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ടിലേക്ക് പോകും. ഇതാണ് മൂന്നാമത്തെ ഘട്ടം. ഈ ലീവോഡോപ്പ വെച്ചുള്ള ട്രീറ്റ്മെൻറ്റ് എല്ലാവർക്കും എപ്പോഴും ഇഫക്റ്റീവ് ആണോ, അതോ ഇതിനെന്തെങ്കിലും പരിമിതികളുണ്ടോ? തീർച്ചയായും ഉണ്ട്. ഒരു പരിമിതി എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിനാണ്, അതിൻ്റെ ദൈർഘ്യം കുറയുമല്ലോ. രണ്ടാമത്തെ പരിമിതി എന്ന് പറയുന്നത് പൊളച്ചിലാണ്. പിന്നെ ചോദിച്ചില്ല എല്ലാവർക്കും എപ്പോഴും ഇഫക്റ്റീവ് ആണോ എന്ന്. ശരിക്കും പറഞ്ഞാൽ പാർക്കിൻസൺസ് രോഗത്തിൽ ലീവോഡോപ്പ രോഗിയുടെ ജീവിതകാലം മൊത്തം ഇഫക്റ്റീവാണ്, ഗുണം കിട്ടും. പക്ഷെ ദൈർഘ്യം കുറയുമെന്നേ ഉള്ളൂ. പലപ്പോഴും രോഗം കുറേ മൂർച്ഛിച്ച് കഴിയുമ്പോൾ ആ ദൈർഘ്യം 1-1.5 മണിക്കൂറൊക്കെ ആയി കുറയാം. അപ്പോൾ രോഗിക്ക് എപ്പോഴും മരുന്ന് കഴിക്കേണ്ടി വരും. മാത്രമല്ല പൊളച്ചിലും വരും. ഇങ്ങനെ മരുന്നും കഴിച്ച് പൊളച്ചിലും ആയിട്ട് കുറേ സമയം ഇങ്ങനെ പോകും. പക്ഷേ ജീവിതത്തിലെ എല്ലാ ഘട്ടത്തിലും അവസാനം വരെ പാർക്കിൻസൺസ് രോഗികളിൽ ലീവോഡോപ്പ കുറച്ച് നേരമെങ്കിലും ഗുണം നൽകും, അതിന് സംശയമില്ല. പക്ഷേ അതിൻ്റെ പരിമിതികൾ വർഷം കഴിയുന്നതോറും മൂർച്ഛിക്കുമെന്നേ ഉള്ളൂ.